മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജോബിച്ചൻ്റെ വീട്ടിൽ കുര്യച്ചനും എല്ലാവരും കൂടി ഇരുന്ന് നല്ല ഗംഭീര സദ്യയൊക്കെ വിളമ്പി എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മീരയുടെ ഫോൺ ബെല്ലടിക്കും. അങ്ങനെ മീര ഫോൺ അച്ഛനാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. മോളെ അച്ഛനാണ്, മോള് പറഞ്ഞത് സത്യമാണ്, ആ പെൺകുട്ടി ഇന്നസെൻസ് ആണ്, അവൾ എന്തായാലും തെറ്റൊന്നും ചെയ്തിട്ടില്ല, നല്ല ധൈര്യമുള്ള പെൺകുട്ടിയാണ്, ഞാൻ ചെന്നത് നന്നായി, അവരെന്തൊക്കെയോ പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു, എന്തായാലും അവളെ രക്ഷിച്ചിട്ടുണ്ട്, അവളെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത്, അവന്മാർക്ക് നല്ലത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. താങ്ക്സ് അച്ഛാ, ആ പെൺകുട്ടി പാവമാണ്, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞതെന്ന് പറയും. അല്ല മോളെ, ആ പെൺകുട്ടീനെ കണ്ടിട്ടൊരു ജോലിക്കാരിലെ ലുക്കൊന്നും ഇല്ലല്ലോ എന്ന് പറയണേ, ഒരു മുതലാളിക്കുട്ടീനെ പോലെയൊക്കെ തോന്നണേന്ന് പറഞ്ഞു. ഞാനേ അവരെ കൊടുക്കാച്ചാന്ന് പറയും. അങ്ങനെ ഗ്രേസ് അമ്മരയിൽ കൊടുക്കും. ഗ്രേസ് അമ്മരയിലല്ല, മാമച്ചായൻ്റെ കൊടുക്കും. അപ്പോൾ മാമച്ചായൻ പറയും, സാറേ ഞാനാണ്, ഒരുപാട് നന്ദിയുണ്ട് സാറിനോട് എന്ന് തന്നെ പറയണമെന്നറിയില്ല, അത്രയ്ക്കും പാവമായ ഒരു പെൺകുട്ടിയാണ് അവൾ, കഴക്കൂട്ടത്തുള്ള ഒരു ഓർഫനേജിലാണ് വളർന്നത്, അവൾ സ്വയം ആൾക്കാരെ സഹായിക്കാനല്ലാണ്ട് അവൾക്ക് വേറെ ഒന്നും അറിയില്ല, അവളെ കൂട്ടത്തിലുള്ള അനിയത്തിനെയാണ് ഞങ്ങൾ ദത്തെടുത്തത്, വീട്ടുജോലിക്കാരിയായി കൊണ്ടുവന്നത് ഞങ്ങളിപ്പോൾ മോളാക്കി വളർത്തുന്നു, പഠിപ്പിക്കുന്നുണ്ട്, കോളേജിൽ വിട്ട് പഠിപ്പിക്കുന്നൊക്കെ പറയും. അതെന്തായാലും ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് പറയും. പിന്നെ ആ വീട്ടിൽ ആർക്കും അറിയാത്ത, ചിലർക്ക് മാത്രം അറിയണത്, ഇപ്പോഴും പലർക്കും അറിയാത്തൊരു രഹസ്യം കൂടി ഉണ്ട്, അവൾ ആ വീട്ടിലെ അംഗം തന്നെയാണ്, അത് പലർക്കും അറിയില്ല എന്ന് പറയും. അതെയോ, ആ കുട്ടീനെ കണ്ടാലറിയാം ജോലിക്കാരിയൊന്നല്ലാന്ന്, ഇതെന്തൊരു കഥ എന്ന് പറയും. അതൊക്കെ സാറിന് എപ്പോഴെങ്കിലും വന്ന് ഞങ്ങൾ നേരിട്ട് ഇതെല്ലാം പറയാമെന്ന് പറയും. സാറിന് എന്തായാലും ഞങ്ങൾ നേരിട്ട് വന്ന് കണ്ട് നന്ദി പറയുന്നുണ്ട്, അത്രയ്ക്ക് ഉപകാരമാണ് സാർ ചെയ്തതെന്ന് പറയും. ആ ശരി എന്നാൽ താങ്ക്സ്, വെൽക്കം എന്നൊക്കെ പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കും. അപ്പം മീരയ്ക്ക് ആകെ കൺഫ്യൂഷനാവും. മീര പറയും, ജോലിക്കാരി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അംഗമെന്ന് പറഞ്ഞത് അതെന്ത് കഥ എന്ന് പറയും. അതൊരുപാട് പറയാനുണ്ട് മോളെ, അതൊക്കെ പിന്നെ പറയാമെന്ന് പറയും. ഉറപ്പായിട്ടും പറയണേ എന്ന് പറയും. ഉറപ്പായിട്ടും പറയാമെന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പോലീസുകാർ വന്ന് അലീനയുടെ, നമ്മുടെ ബാലചന്ദ്രൻ്റെ ഗേറ്റിൽ ഓർണടിക്കുന്നുണ്ട്. അപ്പം അലീന പറയും, ആരും വന്ന് തുറക്കില്ല സാറേ, 2 പെൺകുട്ടികളാണ്, ആരെന്നറിയാണ്ട് ഒട്ടും തുറക്കില്ല, അവർ പേടിച്ച് കുറച്ചിരിക്കുകയായിരിക്കും എന്ന് പറയും. അങ്ങനെ പോലീസുകാരൻ ചെന്നൊരു കണക്കിന് ആ ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട്. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ചില്ല് കഷ്ണങ്ങളും വടി മാരകായുധങ്ങൾ കൊണ്ടൊക്കെ വീട് ആക്രമിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോള് പേടിച്ച് പറിച്ചിരിക്കുന്നു. അപ്പോൾ വണ്ടി വന്നിങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നിന്നുള്ളിലേക്ക് വന്നപ്പോൾ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ പോലീസ് വണ്ടിയാണ്. അപ്പോൾ ആകെ പേടിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. അപ്പോഴത്തേന് അലീന അതിൽ ഇറങ്ങുന്നുണ്ടപ്പോൾ സമാധാനമായി. അപ്പോൾ അതിന് മുന്നേ അലീന പറഞ്ഞിട്ടുണ്ടായി, ഗേറ്റിൻ്റെ അവിടെ തന്നെ ഇറക്കിക്കോ, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, നിന്നെ അകത്ത് കൊണ്ടാക്കാനല്ലേ DYSP പറഞ്ഞേക്കണത്, നിന്നെ വല്ലവരും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിലാവെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടാക്കി. അപ്പോൾ മറ്റേ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തത് എന്ന് പറയും. വീരൻ്റെ വീടല്ലേ, നാട്ടുകാർ സമ്മാനിച്ചതാവും എന്ന് പറഞ്ഞ് അവർ പോവും. അലീന അകത്ത് കയറി വാതിലടിക്കുന്ന വരെ അവർ നിൽക്കും. അതിനുശേഷം അങ്ങോട്ട് പോവും. അലീന വാലടച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ കൃഷ്ണമോള് ആകെ വിഷമത്തിലും സങ്കടത്തിലും എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അലീനനെ കണ്ട വഴിക്ക് എല്ലാ വിഷമവും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് വന്നിട്ട് അലീനനെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയും. അലീനയ്ക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ചേച്ചീനെ എന്താ, ചേച്ചി എന്തെടുക്കുന്നു ഇത്ര നേരം, ചേച്ചി എന്ത് ഇത്ര നേരം കഴിഞ്ഞിട്ട് വരാഞ്ഞത്, ചേച്ചീനെ അവർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ, പിന്നെ മോളെ എന്നെ അവരവിടെ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയും. എന്നാ കാര്യത്തിന് ചേച്ചി എന്നാ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കും. അത് രോഹിത്തിൻ്റെ പേരിലൊരു പരാതി കൊടുക്കണമായിരുന്നു, ചില ചോദ്യങ്ങൾ അവർക്ക് ഉത്തരം അറിയണമായിരുന്നു, ചിലത് അവർക്ക് രസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഒരുപാട് ഇത്ര നേരം കൊണ്ട് അനുഭവിച്ചു, ചേച്ചിക്ക് ഒരു വല്ലതും തന്നോ, ചേച്ചി വല്ലതും കഴിച്ചോ എന്ന് പറയും. പച്ച വെള്ളം പോലും തന്നില്ല മോളെ എന്ന് പറയും. ചേച്ചി ഇവിടെ ബ്രെഡും പഴവും മുട്ടയൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറയും. വേണ്ട, ഞാനും കൂടി വരാൻ മോളെ എന്ന് പറയും. വേണ്ട എനിക്കിപ്പോൾ അറിയാലോ എന്ന് പറയും. എന്നാലും കൃഷ്ണമോൾക്ക് പഴയ ആത്മധൈര്യം ഒക്കെ തിരിച്ചു കിട്ടുന്ന അലീനനെ കണ്ടതോടെ. അത് നോക്കിയപ്പോയിട്ട് ബബിത വന്ന് കോണിപ്പടിയുടെ അവിടെ നിന്ന് 5 മിനിറ്റ് രംഗങ്ങളൊക്കെ കണ്ട് വേഗം അകത്ത് മോളിലേക്ക് തന്നെ കയറിപ്പോവും. ആ സമയത്ത് രേവതിക്കുട്ടി ഫോൺ ചെയ്യുന്നു, ചേച്ചി വീട്ടിലെത്തിയോ എന്ന് ചോദിക്കും. ആ എത്തി എന്ന് പറയും. ആരാ കൊണ്ടാക്കിയതെന്ന് അറിയും. 2 പോലീസുകാരാണ് മോളെ കൊണ്ടാക്കിയത്. ആര് പറഞ്ഞിട്ട് ചേച്ചിനെ വിട്ടത് അതറിയില്ല മോളെ, വേറൊരു പോലീസുകാരൻ വന്ന് അവരൊക്കെ നിറച്ച് വഴക്ക് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു, ദൈവമായിരിക്കും മോളെ അവിടെ എത്തിച്ചതെന്ന് പറയും. ആ ദൈവം തന്നെയാണ്, അതെ ഞങ്ങളാണ് ആ പോലീസ്, അത് ചേച്ചിനെ രക്ഷിക്കാൻ വന്നതേ, പാലായിലെ DYSP എന്ന് പറയും. DYSP അതും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധം? ഗ്രേസ് അമ്മരെ ഗ്രേസ് ആൻറ്റിയുടെ, ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് നിൽക്കുന്ന ഗ്രേസ് അമ്മരെ നമ്മുടെ ഗ്രേസ് ആൻറ്റിയുടെ സ്വന്തക്കാരാണെന്ന് പറയും. ഇവിടുത്തെ ചേട്ടൻ്റെ ഭാര്യ DYSPയുടെ മോളാണെന്ന് പറയും. ആണോ, ഒരുപാട് നന്ദിയുണ്ട് മോളെ, നീ എന്നാ ആൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറയും. അങ്ങനെ ഗ്രേസ് അമ്മ മേടിക്കും. ഗ്രേസ് അമ്മ പറയും, അലീനെ നീ എപ്പോഴാണ് വന്നേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നറിയില്ല ആൻറ്റി, ഇതിന് നല്ലൊരു ഉപകാരം എനിക്ക് ഇനി ചെയ്യാനില്ല കേട്ടോ, നിങ്ങൾ അത്രയ്ക്ക് വലിയ സഹായം നിങ്ങൾ ചെയ്തത്, എങ്ങനെ നന്ദി പറയണമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, നീ ഒന്നും നന്ദി പറയണ്ടെന്ന് പറയും. നീ നന്ദി പറയണമെങ്കിൽ ഞാൻ വേറൊരാളെ കൊടുക്കാമെന്ന് പറയും. അങ്ങനെ DYSPയുടെ മോളെ കൊടുക്കും. അതേ ഞാനാണ് മീര, DYSP സാറിൻ്റെ മോള് എന്ന് പറയും.
മീര ചേച്ചി എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഞാൻ ബഹുമാനം കൊണ്ട് വിളിക്കണാണ്ടാന്ന് പറയും. സാരമില്ല മോളെ, എന്ത് വേണേലും വിളിച്ചോളാൻ പറയും. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. ചേച്ചിയുടെ അച്ഛൻ നല്ലൊരു അച്ഛൻ മാത്രമല്ല കേട്ടോ, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനുമാണ്. എൻ്റെ മാനം വരെ രക്ഷിച്ചെന്നുള്ള പോലെയായി. ഞാൻ ആരില്ലാത്ത ഞങ്ങൾക്ക് ഈശ്വരനായിട്ട് പറഞ്ഞയച്ചതാണ്. ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയും. അതൊന്നും സാരമില്ല എന്ന് പറയും. ശരിയിട്ടാന്ന് പറഞ്ഞ് ആൻറ്റിയുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ആൻറ്റി പറയും, മോളെ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാട്ടാ, വിഷമമൊന്നും വിചാരിക്കേണ്ട, സന്തോഷമായിട്ടിരിക്കാനൊക്കെ പറയും. ഇല്ല ആൻറ്റി, പേടിയൊന്നും ഇല്ല, സമാധാനമായി എന്നൊക്കെ പറയും. അങ്ങനെ ഫോൺ വയ്ക്കും. രേവതിക്കുട്ടിയോട് പറയും, നമുക്ക് ഇനി വീട്ടിൽ ചെന്ന് സംസാരിക്കാമെന്ന് പറയും. അപ്പോൾ ജോബിച്ചൻ പറയും, അതെ ഇതിന് എന്നോടാണ് ശരിക്കും നന്ദി പറയേണ്ടത്, ഞാനിവളെ കല്യാണം കഴിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായേന്ന് പറയും. ഓ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ പറയും. അപ്പം നമ്മുടെ നമ്മുടെ മീരയും ജോബിച്ചനൊക്കെ കൂടി ചിരിച്ചിങ്ങനെ സന്തോഷം നിൽക്കുന്നവിടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പ്രമോയുടെ ഭാഗത്താണെങ്കിൽ പത്രം വരുന്നൊരു ഭാഗമാണ്. പത്രം എടുത്തിട്ടുണ്ടെന്ന് കൃഷ്ണമോള് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ 4 പേരുടെയും വെണ്ടയ്ക്കാക്ഷരത്തിലുള്ള ഫോട്ടോയും വിവരങ്ങളും ഫോട്ടോ ഒക്കെ കൂടി കണ്ടതോടുകൂടി ആകെ തകർന്ന് തരിപ്പണാവണം. കൃഷ്ണമോള് വായിക്കുന്നിങ്ങനെ ഇതിന് മുന്നേ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന അലീന എന്ന പെൺകുട്ടിക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ നോക്കി കോടീശ്വരനായ ബാലചന്ദ്രൻ പണം ലക്ഷങ്ങൾ അലീനയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത് ആ കേസ് ഒതുക്കി തീർത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അലീന തലയ്ക്ക് കൈവച്ചിരിക്കുന്നത്. അതിനുശേഷം വൈജയന്തിനെയും കാണിക്കുന്നുണ്ട്. പത്രം മുഖത്ത് വെച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കരയുന്നു വൈജയന്തി. ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അലീന ചെല്ലുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ എനിക്കൊരു ആപത്ത് വന്നപ്പോൾ അച്ഛൻ എന്നെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ചില്ലേ, കുറേ പണം തന്നില്ലേ, അതുപോലെ തന്നെ അച്ഛൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്കും പോകണം, അവിടെ ചെന്നും കഴിഞ്ഞിട്ട് മാപ്പ് പറയണം, അവരെ സഹായിക്കണം എന്നൊക്കെ പറയുന്നു. ബാലചന്ദ്രനാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് നിൽക്കണം. കൃഷ്ണമോളാണെങ്കിൽ പിന്നെ പത്രം കൈ പിടിച്ചും കഴിഞ്ഞിട്ട് അലീനയുടെ നെഞ്ചത്ത് വീണും കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് പൊട്ടി കരയുന്നു. ചേച്ചി ഞങ്ങൾ എങ്ങനെ ഇനി പുറത്തിറങ്ങും, നാളെ തുടങ്ങി സ്കൂളിൽ പോകാൻ പറ്റുമോ, നാട്ടുകാർ ഞങ്ങളെ കല്ലെറിയില്ലേ എന്നൊക്കെ പറഞ്ഞു. ആ പാവം ഇങ്ങനെ തകർന്ന് തരിപ്പണായ അലീനയുടെ ശരീരത്തിലേക്ക് വീണ് കരയുന്നൊരു ഭാഗമാണ് പ്രൊമോയിലും കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.